നമസ്കാരം. ഞങ്ങളിപ്പോ കേരള പോലീസിലെ DGPയുടെ ഓഫീസിന് മുമ്പിലാണ്. കേരള പോലീസ് ആസ്ഥാനമാണ്. ഞങ്ങൾക്ക് DGPയെ കാണാനുള്ള അവസരം ലഭിച്ചു. ശ്രീ ദർവേഷ് സാഹിബ് അദ്ദേഹം വളരെ സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. അതിശക്തമായ അന്വേഷണം, അതായത് ശ്രീ മുകേഷ് നായർക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ അതിശക്തമായ അന്വേഷണം അദ്ദേഹം ഉറപ്പു തന്നിട്ടുണ്ട്. പെറ്റീഷൻ നമ്പർ 99159/2025 പോലീസ് അവർ തന്ന റെസീപ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിൽ. മുകേഷ് ഉണ്ട്, ഇഫിയുണ്ട്, നമ്മുടെ അഫ്സൽജി ഉണ്ട്. യഥാർത്ഥത്തിൽ പുരുഷന്മാരെ വ്യാജമായി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിശക്തമായ ഒരു മറുപടി കൊടുക്കുകയാണ്. അതിൽ മുകേഷിനെ വ്യക്തിപരമായി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ കാരണം പലപ്പോഴും ഈ വ്യാജ പരാതികളിൽ ആൾക്കാർ ചൂളിപ്പോവും, മടിച്ചു പോവും, ചമ്മിപ്പോവും, നാണം കെട്ടുപോവും, വെളിയിൽ ഇറങ്ങാതെയാകും. മുകേഷ് നേരെ തിരിച്ച് വെളിയിലേക്ക് ഇറങ്ങി അസൽജിയുടെ സഹായത്തോടെ കോടതിയിൽ പോരാടി അനുകൂലമായ വിധി സമ്പാദിച്ചു. അൻസി അടക്കമുള്ളവരെ പ്രസ് മീറ്റിൽ കൊണ്ടുവരികയും പറയുകയും ചെയ്തു. ഇത് ബാക്കിയുള്ള ആണുങ്ങൾക്ക് മാതൃകയാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ആ മാതൃക എന്ന് പറഞ്ഞാൽ നിവിൻ പോളി സ്വീകരിച്ച മാതൃക, അല്ലെങ്കിൽ നമ്മുടെ വിജയബാബു സ്വീകരിച്ച മാതൃക, ഇപ്പൊ മുകേഷ് സ്വീകരിച്ച മാതൃക. നിങ്ങൾക്കെതിരെ കള്ളപ്പരാതിയാണെങ്കിൽ നിങ്ങൾ ഉറച്ചു തിരിച്ചു പറയാൻ റെഡിയാകണം. ഇല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ നമ്മളെ വിശ്വസിക്കുന്നു. നമ്മുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് പോലീസ് DGPയെ വന്നുകൊണ്ട് പരാതി കൊടുത്തു, പത്രസമ്മേളനം നടത്തി, കോടതിയിൽ അനുകൂലമായ വിധി മേടിച്ചു. കോടതി വിധിയിൽ വളരെ വ്യക്തമായി ഫോൾസ്ലി ഇതിലേക്ക് ഡ്രാഗ് ചെയ്തതാണെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഒബ്സർവേഷൻ അല്ല, കോടതി വിധിയുടെ ഭാഗമായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും. പൂർണ്ണമായിട്ട് മുകേഷിന് ഈ വിഷയത്തിൽ സപ്പോർട്ട് കൊടുത്ത അഫ്സൽജി, അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു അഡ്വക്കേറ്റ് ആണ്. അൻസി കലാരംഗത്ത് ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അടക്കമുള്ളവർ ഞങ്ങളാൽ കഴിയുന്ന പിന്തുണ മുകേഷിന് കൊടുത്തിട്ടുണ്ട്. മുകേഷ് എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് പറയുന്നല്ലോ, കാരണം ഇതുപോലുള്ള അലിഗേഷൻസ് ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും വെറും ഒരു പരാതിയുടെ ഇടയ്ക്ക് ചുറ്റുവിന്റെ കപ്പാനിൽ ഇപ്പെന്നൊക്കെ പറയുന്ന പോലെയാണ് നിങ്ങളുടെ എല്ലാവരുടെ ചെയ്യുന്നത്. കാരണം ഇങ്ങനൊരു പരാതി എനിക്കെതിരെ വരുന്നവരെ ഞാൻ വിചാരിച്ച് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. ആദ്യമായിട്ട് വന്നപ്പോഴാണ് ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് രാഹുൽ ഈശ്വർ ഈ ഒരു പുരുഷ കമ്മീഷനായിട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ പരിപാടിയാണ് ഇതിനാണ്. പക്ഷേ എനിക്കിപ്പം മനസ്സിലായി പുരുഷ കമ്മീഷന്റെ ആവശ്യം എന്താണ്. അപ്പൊ അദ്ദേഹത്തോടൊപ്പം പുരുഷ കമ്മീഷന് വേണ്ടി തോളോട് ഞാനും ഉണ്ടാവും. കാരണം അതൊരു ആവശ്യമാണ്. എന്റെ മാത്രമല്ല, രാഹുൽജിയുടെ ആവശ്യമല്ല, നമ്മുടെ എല്ലാവരും. കാരണം പുരുഷന്മാർക്കെതിരെയുള്ള വർദ്ധിച്ചു വരുന്ന വ്യാജ പരാതികൾക്കെതിരെയാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ യാതൊരുവിധ റൈറ്റ്സിനെയും ഹാനീകരിച്ചു കൊണ്ടുള്ള ഒരു കമ്മീഷനല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. സ്ത്രീകൾക്ക് കോടതി കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു റൈറ്റ് ഉണ്ട്. കാരണം പരാതി കൊടുക്കുന്ന സ്ത്രീകളുടെ പേര് പുറത്തു വരാറില്ല. പക്ഷേ പെട്ടെന്ന് ആരോപിതനായ ഒരാളുടെ പേര് പുറത്തു വരും. പക്ഷെ ആളെ കോടതി പറയുകയാണ് അയാൾ കുറ്റം ചെയ്തിട്ടില്ല, പോളിസിയിൽ അലീഗഡ് ആണെന്ന് പറഞ്ഞാൽ ആ വാർത്ത മാധ്യമങ്ങൾ അതേ പ്രാധാന്യത്തോടെ കൊടുക്കാറില്ല. പക്ഷേ അതൊക്കെ മാറണം. അതുപോലെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അയാൾ അക്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അയാൾ പ്രൂവൺ ആയതിനു ശേഷം മാത്രമേ അയാളുടെ പേര് മാധ്യമങ്ങളിലും മറ്റ് ഇതിലും വരാവൂ എന്നുള്ളതൊക്കെയാണ് കാര്യമേ. മുകേഷിന് കുട്ടികളുണ്ട്, എനിക്ക് കുട്ടികളുണ്ട്, നാളെ വേറൊരാൾക്കുള്ള കുട്ടികളുണ്ട്. നമ്മുടെ മക്കൾ എന്ത് ഫീൽ ചെയ്യുമെന്നും കൂടെ ആലോചിച്ചാൽ കാര്യം അവർക്ക് സ്കൂളിൽ പോകാനുള്ളതാണ്, അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടാകും. നമ്മുടെ ഒരാളുടെ കുടുംബജീവിതത്തെ പോലും എത്രമാത്രം ബാധിക്കുകയാണ്. ഒരു കാര്യം മാത്രം ആലോചിക്കുക, നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ, നമ്മുടെ സഹോദരൻ, നമ്മുടെ മകൻ, നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി രംഗത്തിൽ മാത്രമാണ്. ഒന്ന് ആലോചിച്ചു, നമ്മുടെ അച്ഛൻ, നമ്മുടെ മകൻ, നമ്മുടെ സുഹൃത്ത് ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ്. അവിടെയാണ് അഫ്സൽജിയോട് കൂടെ, അഫ്സൽജി എന്താ പറയുക, ഫ്രണ്ട്സ് ആണ്, സപ്പോർട്ട് ചെയ്തു, പ്രൊഫഷണൽ ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവാണ്, നല്ല രണ്ടേഷം. അതോടൊപ്പം അൻസിയുടെയും കൂടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ പുരുഷന്മാരെ ഈ വിഷയത്തിൽ ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ടത് സ്ത്രീകളാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കാര്യം ഞങ്ങളെക്കാൾ കൂടുതൽ സമൂഹത്തിലെ ക്രെഡിബിലിറ്റി സ്ത്രീകൾക്കാണ്. അങ്ങനെ തന്നെയാണ്, സ്ത്രീകളാണ് കുറെ കൂടെ നമ്മളെക്കാട്ടി എല്ലാം കുറവ് തെറ്റ് ചെയ്യുന്നതും എല്ലാം അവരാണ്. അപ്പൊ സ്ത്രീകൾ ജെനുവിൻ പരാതികൾ, അല്ലെങ്കിൽ ജെനുവിൻ കേസുകൾ ഇതേപോലെ വരുമ്പോൾ പുരുഷന്മാരെ ജെനുവിൻലി കൊടുക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അവർക്ക് കൂടി ബോധ്യമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇവര് സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരുടെ ഫേക്ക് ന്യൂസ് കൊണ്ടുവന്ന് കൊടുത്തിട്ട്, അപ്പോൾ ആ ഫേക്ക് ന്യൂസ് എന്താണ് ഇപ്പൊ ഈ നിൽക്കുന്ന ഞാനിപ്പോ സാറിന്റെ കൂടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു കേസ് കൊടുക്കുകയാണ്, പുള്ളി എന്നെ തൊട്ടു, അത് കേസായി. അതാണ് ഇപ്പോഴത്തെ ഒരു ലോകം. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസസ് കൊണ്ടുവന്ന് പുരുഷന്മാർക്കെതിരെ കൊടുക്കരുത്. ഇപ്പൊ ഞാൻ ഈ മുകേഷേട്ടന്റെ കൂടെ നിൽക്കുമ്പോൾ പോലും നിങ്ങൾക്ക് പറയാം, നാളെ നീ പോയി തിരിഞ്ഞ് പറയും. സ്വാഭാവികമായിട്ട് എനിക്ക് ചേട്ടൻ ഒരു രൂപ തന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവന്ന് കേസ് കൊടുത്തത് കേസാണ്. അത് സ്ത്രീ
പുരുഷന്മാർക്ക് ഇതിനെതിരെ പുരുഷന്മാരെന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എല്ലാവരും അതിൽ ന്യായമുണ്ടെങ്കിൽ സ്ത്രീകൾ കൂടെ നിൽക്കണം എന്ന് തന്നെയാണ് അതാണ് പറഞ്ഞാൽ നമ്മൾ ന്യായത്തിന്റെ കൂടെ, നീതിയുടെ കൂടെ, ശരിയുടെ കൂടെ, സത്യത്തിന്റെ കൂടെ നിൽക്കണം. ഞാൻ അന്ന് ആ ഷൂട്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ഞാൻ അവിടെ നടത്തിയിരുന്നത് ഏറ്റവും ഡീസന്റ് ആയിട്ടാണ് നടത്തിയത്. പുള്ളി ഒരു പെൺകുട്ടികളോട് പോലും പേര് പോലും ചോദിച്ചിട്ടില്ല. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ഇത്രയാണ് ചേട്ടന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. ആ പുള്ളിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഒരു നിമിഷം മുകേഷ് നിങ്ങളാണെന്ന് ആലോചിച്ചു. അതെ, അങ്ങനെ നിങ്ങൾ അപ്രതീക്ഷിതമായി പോയി 2 മാസത്തിന് ശേഷം സംഭവിച്ച 2 മാസം കഴിഞ്ഞ് ആ കുട്ടി സോഷ്യൽ മീഡിയ ഷെയർ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ പോക്സോ പ്രതി ആയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അതുകൊണ്ട് മുകേഷിനെ അടക്കം അടക്കം ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടാണ് മാധ്യമങ്ങളിൽ ഇപ്പം നിങ്ങളാണ് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ തകർന്നു പോകും. ആ മനുഷ്യൻ തകർന്നില്ല. അതാണ് ഏറ്റവും വലിയ അല്ലാതെ ഞാൻ അതിനൊരു ബേസിക് വളർന്നു വന്ന ഒരു സാഹചര്യം ഐ ആം ഗ്രോൺ അപ്പ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ടാണ് വീട്ടിലെ അച്ഛനും അമ്മയും വളർത്തിയത്. എന്റെ ഫാമിലി എന്ന സപ്പോർട്ടും ഫ്രണ്ട്സ് എന്ന സപ്പോർട്ടും ആരും തള്ളി പറയാതിരിക്കും. നേരിട്ട് ആരും പറഞ്ഞില്ല, നമ്മൾ കേൾക്കാതെ അറിയില്ല. പക്ഷെ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള വ്യാജ പരാതികൾ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരരുത്. നല്ല അഫ്സൽജിയെ പോലെ നല്ലതായിട്ട് കൊള്ളാവുന്ന ഒരു അഡ്വക്കേറ്റിനെ പോയി കാണുക, ഫൈറ്റ് ചെയ്യുക. നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് അറിഞ്ഞാൽ ഉറപ്പായി ഫൈറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുപോലുള്ള വ്യാജ പരാതി ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന അതിൻ്റെ ഒരു സോഴ്സ് എനിക്കിത് കൃത്യമായി അറിയാം. ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയ്ക്ക് മറ്റുള്ള ചില ഇൻഫ്ലുവൻസർമാരെ എനിക്കെതിരെ ഉണ്ടാക്കിയ പരാതിയാണ് എനിക്കുണ്ട്. അത് കൃത്യമായി കണ്ടുപിടിച്ച് അവർക്കെതിരെ നിയമ പോരാട്ടം നടത്തണം. കൃത്യമായ അന്വേഷണം നടത്തി അതുപോലെ ഗൂഢാലോചന നടത്തി ഇവരെ പുറത്തു കൊണ്ടുവരണം. അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്ത് പുരുഷ കമ്മീഷൻ ഉറപ്പായി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് രാഹുൽജി എടുക്കുന്ന എല്ലാ എഫേർട്ടിനും അഹോരാത്രം കൂടെ ഉണ്ടാവും. പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ: നീതി, നിയമം, ന്യായം, സത്യം, ഇതാണ് പ്രധാനം. അതിനോടൊപ്പം നിൽക്കുക. ഇത്തരം വേട്ടയാടികൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക. പ്രൊഫഷണൽ ജനസി കൊണ്ടാണ് പുള്ളിക്കെതിരെ കൊടുക്കുന്നത്. ചിലപ്പം കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും മോഹൻലാലിനെ കൊടുക്കുന്നത്. പുരുഷന്മാരെങ്ങനെ തളരരുത്. നമുക്ക് ഒരുമിച്ച് നിന്ന് സ്ത്രീകളുടെ പിന്തുണ കൂടി എടുത്ത് ഫൈറ്റ് ചെയ്ത് വിജയിക്കണം. ഈ ഒരു വീഡിയോ വരാൻ തന്നെ വേറൊരു കാര്യം, കേസ് കോടതി പരിഗണിച്ചു, മുൻകൂർ ജാമ്യം തന്നു. ഇത്തരത്തിലൊരു കേസ് കോടതി മുൻകൂർ ജാമ്യം തരണമെങ്കിൽ എന്ത് മെറിറ്റിന്റെ പേരിലായിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇതൊരു ഫാൾസ്ലി അലീഗ്ഡ് ആണ്. അതിനോടൊപ്പം തന്നെ പിന്നെ പരാതി കൊടുത്ത് വളരെ വൈകിയാണ്. പെൺകുട്ടിയോടൊപ്പം ഉടനീളം കുട്ടിയുടെ അമ്മയുണ്ടായിരുന്നു ഷൂട്ടിന്. 10-20ലധികം മോഡൽസ് ഉണ്ടായിരുന്നു. ഇതിലൊരു പുരുഷൻ വന്നു, ഞാനും അതിൽ പ്രതിയായിട്ടാണ് ഉള്ളത്. ഞാൻ ഓപ്പണായിട്ട് പറയാം, ഇതിലൊരു പുരുഷൻ ഉള്ളത് കൊണ്ട് അത് ഒന്നാം പ്രതിയായി. ഞാനാണ് ഈ പുള്ളിയെ ഇവിടെ വിളിച്ചു വരുത്തുന്നത്, ഞാനല്ല ഒന്നാം പ്രതി. അതാണ് പറയുന്നത്, പുരുഷന്മാർക്കെതിരെ മോശമായിട്ട് ഈ വ്യാജ കേസുകളുടെ ഒരു കൾച്ചർ അവസാനിക്കണം. ഡോക്ടർ അരുൺകുമാറിനെതിരെ വന്നു, മുകേഷിനെതിരെ വന്നു, മുമ്പ് എത്രയോ പേർക്കെതിരെ വന്നു. ഈ വ്യാജ കേസുകൾ നമുക്ക് അവസാനിപ്പിക്കണം. താങ്ക് യു.